ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മട്ടൺ റോസ്റ്റാണ്. നല്ല ടേസ്റ്റിയായ ഒരു മട്ടൺ റോസ്റ്റാണിത്. ഇത് പിന്നെ അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക്. പിന്നെ ഇടിയപ്പം, പുട്ട്, എന്ത് സാധനങ്ങളുടെ കൂടെയും പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മട്ടൺ റോസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ നല്ല ജീരകവും പെരുംജീരകവും ഓരോ ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ 2 മുളക്, പിന്നെ ഉണക്കമുളകും കൂടെ പിന്നെ പൊട്ടിച്ചിടുന്നുണ്ട്. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്ത് നല്ല ചൂടായി വന്നാൽ മതി. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. പൊടിക്കാൻ പാകത്തിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ല കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കണം. നല്ല തരിതരിപ്പായി വേണം പൊടിച്ച് വെക്കാൻ, നല്ല ഫൈനായി പൊടിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ വേറൊരു പാൻ വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 സവാള കട്ടി കുറഞ്ഞ് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേണ്. പിന്നെ അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. എന്നിട്ട് അതിന് ശേഷം പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചിയും 1 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേണ്. പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അല്ലെങ്കിൽ പിന്നെ കറി നമ്മൾ ഇതാക്കുമ്പോൾ പച്ച ചുവക്കും. സവാള നല്ലതുപോലെ വഴണ്ടി വന്നാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് ഉടഞ്ഞ് വരണം. നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ പാകത്തിൽ വേണം പിന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത്, മട്ടൺ റോസ്റ്റ്. ഇത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലാണ് 2 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാലയാണ്. അത് നമുക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1 പാക്കറ്റ് മട്ടൻ മസാല. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് ഞാൻ മട്ടൻ നല്ലതുപോലെ കഴുകി ഒരു 5-6 പ്രാവശ്യമൊക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പിന്നെ മട്ടൻ മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അത് അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഫസ്റ്റ് തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചില്ലേ, ആ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നല്ല മണവും കിട്ടും. കുരുമുളകിൻ്റെയും പിന്നെ മല്ലിയുടെയൊക്കെ നല്ല മണവും ഉണ്ടാകും ഈ കറിക്ക്. നല്ല ടേസ്റ്റും ആയിരിക്കും. ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ജീരകമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ജീരകവും ഇടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ മല്ലിയും പിന്നെ കുരുമുളകും കൂടെ പൊടിച്ചെടുത്താൽ മതി. ഇത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. മട്ടൻ വേവിച്ച് വെച്ചേക്കണേന് നല്ലോണം ഒട്ടും വെള്ളമില്ലാതെ വേവിച്ചേക്കണേന്. മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത്, നെയ്യാണ്. പിന്നെ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ആ ഗ്രേവി ഈ പിന്നെ സവാളയിലേക്ക് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
പിന്നെ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. മട്ടന്, വെന്ത മട്ടൻ ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇറച്ചി നല്ലതുപോലെ വെന്തതാണ്, പിന്നെ അധികം വേകേണ്ട ആവശ്യമില്ല. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ കുറേ നേരമൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കറി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പില കുറച്ച് പുതിനയിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അതവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇടിയപ്പം ഇതൊക്കെ പിന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു മട്ടൺ റോസ്റ്റാണ്. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മട്ടൺ റോസ്റ്റാണ്.